സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഗുലാബ് ജാമുൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഡെസേർട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് വെച്ചിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് 2 ദിവസം മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ മുകളിൽ വരുന്ന ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് മാക്ടോപ്പിൻ്റെ ക്രീമാട്ടോ. അത്യാവശ്യം നല്ല ക്രീമാണ്. നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രീമാണിത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നാട്ടിൽ ഫിയോണ, റിച്ച് അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബീറ്റായി കിട്ടിയാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ്, അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് 3/4 ടിന്ന് മുതൽ 1 ടിന്ന് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ മധുരം പോലെ ചെയ്യാം. ഈ ഒരു ക്രീം ഓൾറെഡി നല്ല മധുരമുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ക്രീമൊന്നും ഇപ്പോൾ ബീറ്റായി കിട്ടുന്നില്ല എന്ന്. അപ്പോൾ സ്റ്റിഫായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ പിന്നെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ അത്യാവശ്യം സ്റ്റിഫായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീമിന് ഇത്രേ വേണ്ടൂ. നമ്മുടെ കേക്കിനാക്കുന്ന പോലെ അത്ര ഇതായിട്ട് വേണ്ട. ഇനി നമ്മൾ ഇത് 2 പാർട്ടാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് സ്ട്രോബെറിയും വാനിലയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3-4 ഫ്ലേവറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈക്വലായിട്ട് 2 പാത്രങ്ങളിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാനില മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലുള്ളത് വെച്ചിട്ട് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ മിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, ടൈഗറിൻ്റെ, ഞാൻ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പുഡിങ്ങിലും നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം ചേർക്കുന്നതാണിത്. ഇതുപോലത്തെ മിൽക്ക് മിക്സ് ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കാണ്. ഒരു 5 ഡ്രോപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികമായി പോയാൽ പിന്നെ എസൻസിൻ്റെ നല്ല കുത്തുണ്ടാവും. അത്യാവശ്യം നല്ല കളറായി കിട്ടണം. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ മിൽക്ക് മിക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറി വെച്ചിട്ട് ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെ ടിന്നില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വാനില മിക്സാണ് ഞാൻ വാനില മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്താക്കി എടുക്കണം. താഴ്ഭാഗം നല്ല ബേസാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്മൂത്താക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഗുലാബ് ജാമുനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഗുലാബ് ജാമുൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലിങ്കൊക്കെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഹോളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു 5-8 എണ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 10 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്ട്രോബെറിയുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കണം. ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ എയർ ബബിൾസൊക്കെ പോയിട്ട് കിട്ടിക്കോളും. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഒരു 6 മണിക്കൂറാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുക. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കമിച്ചിട്ട് കൊടുത്താൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ശരിക്കും നല്ലൊരു ഐസ്ക്രീമും ആ ഒരു ഗുലാബ് ജാമുനും കൂടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്.
അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.